ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, നാളെ ചിലപ്പോൾ മഴ പെയ്തേക്കാം, ഒരു സാധ്യതയാണ്. അതെങ്ങനെയാ പറയുന്നെന്ന് പറഞ്ഞു നോക്കൂ. സാധ്യതയുള്ളൊരു കാര്യം പറയാനാണ് നമ്മൾ മേ എന്ന് പറയുന്ന വേർബ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ റെയിൻ ടുമോറോ, നാളെ മഴ പെയ്തേക്കാം. ഓക്കെ, അതേപോലെ അവൻ ഇന്ന് ഇവിടെ വന്നേക്കാം. ഹി മേ കം ഹിയർ ടുഡേ. വന്നേക്കാം ഒരു ഉറപ്പില്ല, ഒരു സാധ്യതയാണ്. ചിലപ്പോൾ സംഭവിച്ചേക്കാം, വന്നേക്കാം, പോയേക്കാം. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബാണ് മേ. ഓക്കെ, അതുകൊണ്ട് ഇന്ന് നമുക്ക് മേ യൂസ് ചെയ്തിട്ട് സെന്റൻസസ് ഫ്രെയിം ചെയ്യാം. അതിന്റെ കൂടെ ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദ ഫസ്റ്റ് സെന്റൻസ്, ഐ മേ ഗോ നൗ. ഐ മേ ഗോ നൗ, ഞാനിപ്പോൾ പോയേക്കാം. ഫസ്റ്റ് സെന്റൻസ് നോക്കി, ഐന്റെ കൂടെ മേ യൂസ് ചെയ്തു അല്ലെ. അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ ആക്ടേഴ്സിന്റെ കൂടെയും. അതായത് യു, ദേ, വി, ഹി, ഷീ, എവ്രിബഡി, നെയിം, ഇതിന്റെ ഒക്കെ കൂടെ മേ യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോം ഗോ ആണ്. ഗോ അല്ല യൂസ് ചെയ്തത് അല്ലെ, V1 ഫോം ആണ്. ഐ മേ ഗോ നൗ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ സെന്റൻസും ഫ്രെയിം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, യു മേ ഗോ നൗ. യു മേ ഗോ നൗ, നിനക്ക് വേണമെങ്കിൽ പോകാം. യു മേ ഗോ നൗ. ദേ മേ ഗോ നൗ, അവർക്ക് വേണമെങ്കിൽ പോകാം, അവർക്കിപ്പോൾ പോകാം. വി മേ ഗോ നൗ, നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പോകാം. വി മേ ഗോ നൗ. നെക്സ്റ്റ് വൺ, ഹി മേ ഗോ നൗ. ഹി മേ ഗോ നൗ, അവന് പോകാം. പോകാമെന്ന് വേണമെങ്കിൽ പോയേക്കാം, അവനിപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അവനിപ്പോൾ പോയേക്കാം. ഷീ മേ ഗോ നൗ. ഷീ മേ ഗോ നൗ, അവൾ ഇപ്പോൾ പോയേക്കാം, അവൾ ഇപ്പോൾ പോയേക്കാം. എവ്രിബഡി മേ ഗോ നൗ. എവ്രിബഡി മേ ഗോ നൗ, എല്ലാവരും ഇപ്പോൾ പോയേക്കാം. ജോൺ മേ ഗോ നൗ. ജോൺ മേ ഗോ നൗ, ജോൺ ചിലപ്പോൾ പോയേക്കാം. ഓക്കെ, ജോൺ ഇപ്പോൾ പോയേക്കാം. അതായത് സാധ്യത, പോയേക്കാം, പോകുമെന്നല്ലല്ലോ. പോകുമെന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു? വില്ലാണ് അല്ലെ. ജോൺ വിൽ ഗോ നൗ, എന്തായാലും പോകുന്ന ഉറപ്പുള്ളൊരു കാര്യം. പോയേക്കാം, സാധ്യത പറയാനാണ്, പോസിബിലിറ്റി പറയാനാണ് നമ്മൾ മേ പറയുന്നത്. ഓക്കെ, ക്ലിയർ? നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. ഐ മേ ഗോ നൗ, ഹി മേ ഗോ നൗ എന്നാണ് നമ്മൾ സെന്റൻസസ് ഫ്രെയിം ചെയ്തത്. അതന്നെ നമ്മൾ ഈ ഫസ്റ്റ് സബ്ജക്ട് സെക്കൻഡ് കൊടുത്തിട്ട് മേ ഫസ്റ്റ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ V1 ഫോം ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ വില്ലിന്, ക്യാന്, കുഡൊക്കെ നമ്മൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത്. അതേപോലെ തന്നെയാണ് മേ ഉപയോഗിച്ചിട്ടും ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. മേ ഐ ഗോ നൗ. മേ ഐ ഗോ നൗ, ഞാനിപ്പോൾ പോകട്ടെ. ഞാനിപ്പോൾ പോകട്ടെ. മേ യു ഗോ നൗ. മേ യു ഗോ നൗ, ഇപ്പോൾ പോകാമോ. മേ ദേ ഗോ നൗ, അവർ ഇപ്പോൾ പോകട്ടെ. അവർ ഇപ്പോൾ പോകട്ടെ. മേ വി ഗോ നൗ. മേ വി ഗോ നൗ, നമുക്കിപ്പോൾ പോകാമോ. നെക്സ്റ്റ് വൺ, മേ ഹി ഗോ നൗ. മേ ഹി ഗോ നൗ, അവൻ ഇപ്പോൾ പോകാമോ. മേ ഷീ ഗോ നൗ. മേ ഷീ ഗോ നൗ, അവൾക്കിപ്പോൾ പോകാമോ. മേ എവ്രിബഡി ഗോ നൗ. മേ എവ്രിബഡി ഗോ നൗ, ഇനി എല്ലാവർക്കും പോകാമോ, എല്ലാവരും പോകട്ടെ. ഓക്കെ, മേ ജോൺ ഗോ നൗ. മേ ജോൺ ഗോ നൗ, ജോണിന് ഇപ്പോൾ പോകാൻ പറ്റുമോ. ജോൺ ഇപ്പോൾ പോകട്ടെ. ഓക്കെ, മേ ഐ കം ഇൻ. ഇത് നമ്മൾ ചെറുതിലെ നമ്മൾ സ്കൂളിലൊക്കെ ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചറോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മേ ഐ കം ഇൻ. ഞാൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ എന്ന് ചോദിക്കാനാണ്. അത് സമ്മതമാണ്, സമ്മതം ചോദിക്കാനാണ് ടീച്ചറോട്. അങ്ങനെ മേ യൂസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരാളോട് സമ്മതം ചോദിക്കുക എന്നൊക്കെ വേണ്ടിയിട്ടാണ് മേ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ, മേ ഐ ഹെൽപ്പ് യു. മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അത് ഒരാളോട് ചോദിക്കുക. എല്ലാവർക്കും സഹായം വേണ്ടി വരില്ല. നമ്മളൊരു ഞാൻ നിങ്ങളെ സഹായിക്കണോ, സഹായിക്കട്ടെ എന്നുള്ളൊരു നമ്മുടെ ഒരു ഇഷ്ടത്തോടു കൂടി ചോദിക്കുന്നതാണ് നമ്മൾ അവിടെ മേ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പറയത്തത് അല്ലെ. മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിർബന്ധമായിട്ട് എന്തായാലും നമ്മൾ സഹായിക്കാം എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയും. പക്ഷെ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, സഹായം വേണോ എന്ന് ചോദിക്കാനാണ് നമ്മളവിടെ മേ ഐ ഹെൽപ്പ് യു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മേ ഐ കം ഇൻ. മേ ഐ കം ഇൻ, നമ്മളൊരു ഓഫീസിലേക്ക് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് അവിടേക്ക് കയറിക്കോട്ടെ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാറ്? മേ ഐ
കം ഇൻ, ഞാൻ അകത്തേക്ക് വരട്ടെ. നെക്സ്റ്റ് വൺ, മേ ഐ പേ ബൈ ചെക്ക്. മേ ഐ പേ ബൈ ചെക്ക്, ഞാൻ ക്യാഷ് ചെക്ക് വഴി അടയ്ക്കട്ടെ. എനിക്ക് ചെക്ക് വഴി പണം അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്ട്, ബാങ്കിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. നെക്സ്റ്റ് വൺ, മേ ഐ സിറ്റ് നെക്സ്റ്റ് ടു യു. മേ ഐ സിറ്റ് നെക്സ്റ്റ് ടു യു, ഞാൻ നിന്റെ അടുത്ത് ഇരുന്നോട്ടെ. നെക്സ്റ്റ് വൺ, മേ ഐ പ്ലീസ് ഓപ്പൺ ദി ഡോർ. മേ ഐ പ്ലീസ് ഓപ്പൺ ദി ഡോർ, ദയവായി ഞാൻ ഈ വാതിൽ ഒന്ന് തുറക്കട്ടെ. ഓക്കെ, ദയവായി ഞാൻ ഈ വാതിൽ തുറക്കട്ടെ. മേ യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, നമ്മൾ ഒരാളെ വിഷ് ചെയ്യാണ്. നിനക്ക് നല്ലത് ഭവിക്കട്ടെ, ഈ വർഷം നിനക്ക് നല്ലതായിരിക്കട്ടെ എന്ന് പറയാൻ നമ്മൾ എന്താ പറയാ? മേ ദിസ് ന്യൂ ഇയർ ബ്രിങ് യു എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്, വളരെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. മേ യു ഹാവ് ദ ബെസ്റ്റ് ടൈം, മേ യു ഹാവ് ദ ബെസ്റ്റ് ബർത്ത്ഡേ എവർ, നമ്മൾ ഒരാളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേ എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ മേ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സെന്റൻസസ് നമുക്ക് ഇന്ന് ട്രാൻസ്ലേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ദ ഫസ്റ്റ് സെന്റൻസ്, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അത് നമ്മൾ ഒരാളെ വിഷ് ചെയ്യുന്നതാണ് അല്ലേ, അവർക്ക് നല്ലത് ഭവിക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മേ യൂസ് ചെയ്തിട്ടാണ് പറയാ. വിഷ് ചെയ്യുന്നതൊക്കെ മേ യൂസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതെങ്ങനെയാ പറയാ? മേ യു ലിവ് ഹാപ്പിലി. മേ യു ലിവ് ഹാപ്പിലി. ക്ലിയർ? നെക്സ്റ്റ് സെന്റൻസ്, ഈ പുതുവർഷം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകട്ടെ. വി ഹാവ് ഓൾറെഡി സെഡ് അബൌട്ട് ദാറ്റ്. ഈ പുതുവർഷം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകട്ടെ എന്നുള്ള ഒരാളെ വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ. മേ ദിസ് ന്യൂ ഇയർ ബ്രിങ് യു എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഞാൻ ഇന്ന് രാത്രി ഒരു സിനിമ കണ്ടേക്കാം. ഞാൻ ഇന്ന് രാത്രി ഒരു സിനിമ കണ്ടേക്കാം. ഐ മൈറ്റ് വാച്ച് എ മൂവി ടുനൈറ്റ്. ഐ മൈറ്റ് വാച്ച് എ മൂവി ടുനൈറ്റ്. അവിടെ ടുനൈറ്റ് എന്ന് പറയുന്ന വേർഡ് ശ്രദ്ധിച്ചില്ലേ? ഇന്ന് രാത്രി എന്നുള്ളത് നമ്മൾ ടുനൈറ്റ് എന്നാണ് പറയാ. ടുഡേ നൈറ്റ് എന്ന് പറയില്ല. ഓക്കെ, ടുനൈറ്റ് എന്നാണ് പറയാ ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ. അവിടെ മൈറ്റ് ആണ് യൂസ് ചെയ്തത്, മേ അല്ല. മേ എന്ന് പറയുന്നത് നമ്മൾ സാധ്യത കൂടുതലുള്ളത്, പോസിബിലിറ്റി പറയാനാണ് നമ്മൾ മേ ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഷീ മേ കം, അവൾ വന്നേക്കാം, അതായത് വരാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ മൈറ്റ് പറഞ്ഞത് കണ്ടോ? മൈറ്റ് എന്ന് പറയുന്നത് സാധ്യത കുറച്ച് കുറവുള്ള കാര്യങ്ങൾ പറയാൻ, പോസിബിലിറ്റീസ് കുറവായത് പറയാനാണ് മൈറ്റ് യൂസ് ചെയ്യുക. ഹൈ പോസിബിലിറ്റി ആണെങ്കിൽ മേയും, ലോ പോസിബിലിറ്റി ആണെങ്കിൽ മൈറ്റും. അത് ഓർത്ത് വെക്കാം. ഓക്കെ, ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.